എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, കേരള ശാസ്ത്ര സാഹിത്യ അവാർഡ് 2019. ഇത് വിതരണം ചെയ്യുന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസില് ശാസ്ത്ര വിഷയങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള ശാസ്ത്ര സാഹിത്യ അവാർഡ്. ഇപ്പൊ 2019 അവാർഡുകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ട 1-2 പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ബാലസാഹിത്യ പുരസ്കാരം. ഇത് ലഭിച്ചിരിക്കുന്നത് ഹൈഡ്രജനും പറയാനുണ്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ ആർ പ്രസന്നകുമാറാണ്. അപ്പോ കൊല്ലം പറവൂർ സ്വദേശിയായ ഡോക്ടർ ആർ പ്രസന്നകുമാറിനാണ് ബാലസാഹിത്യ പുരസ്കാരം 2019 ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളും കേരളവും എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ വി പ്രസന്നകുമാറാണ്. അപ്പോ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ വി പ്രസന്നകുമാറിനാണ് ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ കൊല്ലം സ്വദേശിയായ ഡോക്ടർ ആർ പ്രസന്നകുമാറിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ പേര് മാറിപ്പോണ്ട. ആർ പ്രസന്നകുമാറിനാണ് ബാലസാഹിത്യ പുരസ്കാരം 2019 ശാസ്ത്ര സാഹിത്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ വി പ്രസന്നകുമാറിനാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി. ഈ പദ്ധതിയുടെ പേര് ഗ്രീൻ റിബേറ്റ് എന്നാണ്. അപ്പോ പ്രകൃതി സൗഹാർദ്ദ ഗാർഹിക നിർമ്മാണങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവുകൾ നൽകുന്ന കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ റിബേറ്റ് എന്നുള്ളത്. അപ്പോ പ്രകൃതി സൗഹൃദ ഗൃഹനിർമ്മാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവുകൾ നൽകുന്ന കേരള സംസ്ഥാനത്തിന്റെ പദ്ധതിയാണ് ഗ്രീൻ റിബേറ്റ് എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നേ ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതിന്റെ പേര് അക്ഷയ കേരള പദ്ധതി എന്നാണ്. ഇതൊരു നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ്. അപ്പോ 2021 ജനുവരിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ രംഗത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അക്ഷയ കേരള പദ്ധതിയാണ്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ രംഗത്തെ മാതൃകാ പദ്ധതിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അക്ഷയ കേരള പദ്ധതിയാണ്. അക്ഷയ കേരള പദ്ധതി എന്നുള്ളത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 ജനുവരിയിൽ കേരള സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗമാണ് പക്ഷിപ്പനി അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ. H5N8 വിഭാഗത്തിലുള്ള വൈറസ് ബാധയാണ് 2021 ജനുവരിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോ 2021 ജനുവരിയിൽ കേരള സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ജന്തുജന്യ രോഗമാണ് പക്ഷിപ്പനി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരെ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയാണ്. ഗുവാഹത്തി ഹൈക്കോടതി നമുക്കറിയാം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അധികാര പരിധി 4 സംസ്ഥാനങ്ങളാണ്: അസം, നാഗാലാൻഡ്, അതുപോലെ അരുണാചൽ പ്രദേശ്, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങൾക്കുമുള്ള കോമൺ ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അപ്പോൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2021 ജനുവരിയിൽ നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് സുധാൻഷു ധൂലിയാണ്. അതുപോലെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് RS ചൌഹാനാണ്. അടുത്തത് സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് ജിതേന്ദ്ര കുമാർ മഹേശ്വരിയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സിക്കിം സംസ്ഥാനം നമുക്കറിയാം. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക് ആണ്. സിക്കിമിന്റെ മുഖ്യമന്ത്രി ശ്രീ പ്രേം സിംഗ് തമാങ് ആണ്. ഗവർണർ ശ്രീ ഗംഗ പ്രസാദ് ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരൊക്കെയാണ്? സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ജിതേന്ദ്ര കുമാർ മഹേശ്വരിയും, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് RS ചൌഹാനും, അതുപോലെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സുധാൻഷു ധൂലിയുമാണ് നിയമിതരായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിലവിൽ സേവനം ചെയ്യുന്നത് ആരാണ്? ജസ്റ്റിസ് S മണികുമാറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. 2021 ജനുവരിയിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന
CISFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിരിക്കുന്നത് സുബോധ് കുമാർ ജയ്സ്വാൾ IPS ആണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം, CISFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിരിക്കുന്നത് സുബോധ് കുമാർ ജയ്സ്വാൾ ആണ്. CISFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അവിടെ ന്യൂഡൽഹിയിലാണ്. CISF നിലവിൽ വരുന്നത് 1969-ലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാകിസ്ഥാൻ തദ്ദേശീയമായിട്ട് ഇൻഡിജീനിയസ് ആയിട്ട് വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഗൈഡഡ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനത്തിനെ പറ്റിയാണ്. അതിന്റെ പേര് ഫത്ത-1 എന്നാണ്. അപ്പോ പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഗൈഡഡ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ് ഫത്ത-1. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 140 കിലോമീറ്റർ ആണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, പാകിസ്ഥാൻ വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഗൈഡഡ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ് ഫത്ത. പാകിസ്ഥാന്റെ തലസ്ഥാനം നമുക്കറിയാം ഇസ്ലാമാബാദ് ആണ്. പാകിസ്ഥാന്റെ കറൻസി പാകിസ്ഥാന്റെ റുപ്പിയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നമുക്കറിയാം മുൻ ക്രിക്കറ്ററായ ഇമ്രാൻഖാൻ ആണ്. പ്രസിഡന്റ് ആരിഫ് അൽവിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ NSCയുടെ അംഗങ്ങളായിട്ട് നിയമിതരായ ഇന്ത്യൻ വംശജരാണ് സുമോണോ ഗുഹയും അതുപോലെ തന്നെ തരുൺ ചബ്രയും. സുമോണോ ഗുഹയെ സീനിയർ ഡയറക്ടർ ഓഫ് സൗത്ത് ഏഷ്യ ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തരുൺ ചബ്രയെ സീനിയർ ഡയറക്ടർ ഫോർ ടെക്നോളജി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങളായി നിയമിതരാകുന്ന ഇന്ത്യൻ വംശജരാണ് സുമോണോ ഗുഹയും തരുൺ ചബ്രയും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൾഫ് രാഷ്ട്രമായ ഖത്തറിനെ പറ്റിയാണ്. ഖത്തറിന്റെ തലസ്ഥാനം ദോഹയാണ്. അപ്പോ 2017 തീവ്രവാദ ബന്ധത്തെ തുടർന്ന് ഖത്തറിന് മേൽ ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ GCC ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2021 ആ ഉപരോധം GCC പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഖത്തറിന് മേൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ അല്ലെങ്കിൽ GCC പിൻവലിച്ചിരിക്കുകയാണ്. ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ GCC രൂപീകരണം നടന്നത് 1981-ലാണ്. ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. GCCയുടെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ UAE. അപ്പോൾ 6 രാജ്യങ്ങളാണ് GCCയിൽ അംഗങ്ങളായിട്ടുള്ളത്. GCC എന്ന നിലവിൽ വരുന്നത് 1981-ലാണ്. GCCയുടെ ആസ്ഥാനം സൗദി അറേബ്യയിലെ റിയാദാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസനെ പറ്റിയാണ്. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയ രാഷ്ട്രത്തലവനാണ് ബോറിസ് ജോൺസൺ. COVID-19 പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയ രാഷ്ട്രത്തലവനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ പറ്റിയാണ്. കൊച്ചി ആസ്ഥാനമായുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് COVID-19 പശ്ചാത്തലത്തിൽ വിമാനം അണുവിമുക്തമാക്കുന്നതിനായിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നതിനായിട്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർലൈൻസ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, COVID-19 പശ്ചാത്തലത്തിൽ വിമാനം അണുവിമുക്തമാക്കുന്നതിനായിട്ട് റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർലൈൻസ് ആണ് കൊച്ചി ആസ്ഥാനമായുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എയർലൈൻസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. അതിന്റെ പേര് ലെസ്സി എന്നാണ്. ലെസ്സിയുടെ ഫുൾ ഫോം ലോങ്ങിറ്റ്യൂഡൽ ഏജിംഗ് സ്റ്റഡി ഓഫ് ഇന്ത്യ. അപ്പോ ആ റിപ്പോർട്ടിന്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്രായമായവരുടെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ലെസ്സി എന്നുള്ളത്. പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. ആരോഗ്യ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ്. അപ്പോ ലെസ്സി റിപ്പോർട്ട് കൂടുതലായിട്ടും പ്രായമായവരുടെ ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുകൾ തുടങ്ങിയവയുടെ ഒരു ശാസ്ത്രീയ പഠന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ വിഭാഗക്കാരുടെ നൂതന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ലെസ്സി റിപ്പോർട്ട്. ലെസ്സിയുടെ ഫുൾ ഫോം ലോങ്ങിറ്റ്യൂഡൽ ഏജിംഗ് സ്റ്റഡി ഓഫ് ഇന്ത്യ. പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ മുൻ ഡെപ്യൂട്ടി ഗവർണറായ ശ്രീ NS വിശ്വനാഥനെ RBIയുടെ അക്കാഡമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കാഡമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ശ്രീ NS വിശ്വനാഥനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? ശ്രീ ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് CP റിസ്വാനെ പറ്റിയാണ്. തലശ്ശേരി സ്വദേശിയായ CP റിസ്വാൻ UAE ക്രിക്കറ്റ് താരമാണ്. CP റിസ്വാൻ അപ്പോ UAEക്കായിട്ട് തന്റെ കരിയറിലെ ആദ്യ സെഞ്ചുറി നേടിയിരിക്കുകയാണ് CP റിസ്വാൻ. അതുപോലെ ഒരു രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരവും CP റിസ്വാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഖേലോ ഇന്ത്യ ഐസ് ഹോക്കി ടൂർണമെന്റ് 2021 ജനുവരിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഐസ് ഹോക്കി ടൂർണമെന്റ് വേദി ലഡാക്കിലെ കാർഗിലിലെ ചിക്താനാണ്. അപ്പോ ഓർമ്മിച്ചു വെച്ചിരിക്കാം, ലഡാക്കിലെ കാർഗിലിലെ ചിക്താനാണ്
2021 ജനുവരിയിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഐസ് ഹോക്കി ടൂർണമെന്റിന്റെ വേദി. ലഡാക്കിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലഡാക്കിന്റെ ഭാഷയും അതുപോലെ തന്നെ സംസ്കാരവും സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ശ്രീ ജി കിഷൻ റെഡ്ഡി. അതുപോലെ തന്നെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് ശ്രീ ആർ കെ മാഥുറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ദിനമാണ്. എല്ലാ വർഷവും ജനുവരി മാസം 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. 2021 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നതാണ്. അപ്പോ 2021 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ പ്രമേയവും കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് ദ ആഫ്റ്റർ ലൈഫ് ഓഫ് സൈലൻസ് സ്റ്റിൽ ലൈഫ്സ് ഓഫ് ജോഗൻ ചൌധരി എന്നുള്ളത്. അപ്പോൾ പ്രശസ്ത ഇന്ത്യൻ പെയിന്ററായ ജോഗൻ ചൌധരിയെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് ദ ആഫ്റ്റർ ലൈഫ് ഓഫ് സൈലൻസ് സ്റ്റിൽ ലൈഫ്സ് ഓഫ് ജോഗൻ ചൌധരി എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അനുരാധ ഘോഷാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ദ ധർമ്മ ഫോറസ്റ്റ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് കീർത്തിക് ശശിധരനാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കേരള സർക്കാർ ആരംഭിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് കേരളത്തിൽ കരകൌശല കലാവൈദഗ്ധ്യം പുനർജീവിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് മാന്യമായ ഉപജീവനം ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. തിരുവനന്തപുരത്തെ വെള്ളാർ എന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിലവിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.